BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം അദാനി പോർട്സ് നിർത്തിവെച്ചേക്കും. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് 49% ഓഹരികൾ കൈമാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന. ഇതിനിടെ സംസ്ഥാന സർക്കാരിന് അദാനി പോർട്സ് നൽകിയ കത്തിൽ വിദഗ്ധ ഉപദേശം തേടി പഴുതുകളില്ലാതെ മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കവും. വിദേശ കമ്പനികൾക്ക് തുറമുഖ ഓഹരികൾ കൈമാറുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് ഓഹരി കൈമാറ്റം താൽക്കാലികമായെങ്കിലും വൈകിപ്പിക്കാൻ സാധ്യതയേറുന്നത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ഭീമൻ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ MSC ആഗോളതലത്തിൽ തന്നെ ഈ രംഗത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ വിഴിഞ്ഞം തുറമുഖത്തിനുള്ള വാണിജ്യ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് തുറമുഖത്തിന്റെ ശേഷി കാര്യമായ കുത്തക അവകാശമായി ഉപയോഗപ്പെടുത്താനാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നീക്കം. അദാനി പോർട്സിന്റെ 49% ഓഹരികൾ 13,000 കോടി രൂപയ്ക്ക് വാങ്ങാനാണ് ഇവർ പ്രാഥമിക കരാർ ഒപ്പിട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുവാദമില്ലാതെയാണ് ഓഹരി കൈമാറ്റത്തിന് അദാനി ഗ്രൂപ്പ് മുന്നിട്ടിറങ്ങിയതെന്നാണ് തുറമുഖ വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ അനൌദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാണ് അദാനി പോർട്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി അറിയാതെ ഇക്കാര്യം നടക്കില്ലെന്നും വിഴിഞ്ഞം തുറമുഖത്തെ പൂർണ്ണമായും കുത്തകവൽക്കരിക്കാനുള്ള നീക്കമാണിതെന്നുമാണ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ആരോപണം. MSC ഭൂരിപക്ഷ ഓഹരികൾ ഏറ്റെടുക്കുന്നതോടെ മറ്റു കപ്പലുകൾക്ക് വിഴിഞ്ഞം തുറമുഖത്ത് എത്താനാവില്ലെന്നും തുറമുഖം അവരുടെ കുത്തകയായി മാറുമെന്നും പിണറായി വിജയൻ ആരോപിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലും ഭരണകക്ഷിയായ UDF-ന് ഉള്ളിലും സംഘർഷം മുറുകുകയാണ്. മുഖ്യമന്ത്രി അറിയാതെ അദാനി ഗ്രൂപ്പ് ഓഹരി കൈമാറ്റത്തിന് മുതിരില്ലെന്ന് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം MP-യുമായ ശശി തരൂർ പറയുന്നു. 1 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ കേരളത്തിലെ യുവാക്കൾക്ക് ലഭിക്കാവുന്ന തുറമുഖത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടെന്നും ഇക്കാര്യത്തിൽ ധവളപത്രം പുറപ്പെടുവിക്കണമെന്നുമാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത്. ഈ മേഖലയിലെ സ്വാഭാവിക ആഴക്കടൽ തുറമുഖമായ വിഴിഞ്ഞത്ത് 24 മീറ്റർ ആഴമാണ് കടലിനുള്ളത്. അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്ന് വെറും 11 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം ഇപ്പോൾ തന്നെ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളുടെ മദർ പോർട്ടായി വികസിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് അന്താരാഷ്ട്ര കപ്പൽ ഭീമന്മാർ കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. തുറമുഖത്തിന്റെ പൂർത്തിയായ 1-ാം ഘട്ടത്തിൽ 8,867 കോടി രൂപയാണ് മൊത്തം ചെലവഴിച്ചത്. ഇതിൽ 3,085 കോടി സംസ്ഥാന സർക്കാരും 818 കോടി കേന്ദ്ര സർക്കാരും വഹിച്ചിട്ടുണ്ട്. അവസാന ഘട്ടത്തിനായി 16,000 കോടി രൂപയാണ് അദാനി പോർട്സ് ചെലവഴിക്കേണ്ടത്. തുറമുഖത്തിന്റെ അവസാന ഘട്ടം 2028 ഡിസംബറിനകം പൂർത്തീകരിച്ചാൽ 2080 വരെ തുറമുഖത്തിന്റെ കൈവശാവകാശം അവർക്ക് ലഭിക്കും. ഈ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് വിദേശ ധനസഹായം തേടിയതെന്നാണ് അദാനി പോർട്ടുമായി ബന്ധമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര ഭീമൻ കപ്പൽ കമ്പനിയായ MSC അവരുടെ കേന്ദ്രമായി വിഴിഞ്ഞത്തെ മാറ്റുന്നതോടെ വരുമാനം കൂടുമെന്നാണ് അവകാശവാദം. 2015 ആഗസ്റ്റിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് 2050 വരെയാണ് അദാനിക്ക് തുറമുഖം കൈവശം വെക്കാവുന്ന കാലാവധി. നിർമ്മാണം ഏറ്റെടുക്കുന്നത് മുതൽ 40 വർഷം എന്നായിരുന്നു കരാർ. ആദ്യഘട്ടത്തിലെ നിർമ്മാണം വൈകിയത് കാരണം സർക്കാരും അദാനിയും ആർബിട്രേഷൻ നടപടികളിലേക്ക് നീങ്ങിയിരുന്നു. ഒത്തുതീർപ്പിന്റെ ഭാഗമായി 2024 നവംബറിൽ ഒപ്പുവെച്ച സപ്ലിമെന്ററി കരാർ അനുസരിച്ച് അദാനി വരുത്തിയ കാലതാമസം സർക്കാർ മാപ്പാക്കി. 2050 തീരേണ്ട കാലാവധി 2055 വരെ നീട്ടി നൽകി. 2015 കരാർ അനുസരിച്ച് നിശ്ചിത കാലാവധിയിൽ നിർമ്മാണം പൂർണ്ണശേഷിയോടെ പൂർത്തിയാക്കിയാൽ 20 വർഷം അധികം ലഭിക്കുമെന്ന് വ്യവസ്ഥയുണ്ട്.
ഈ വ്യവസ്ഥ കൂടി അനുസരിച്ചാണ് 2080 വരെ അദാനിക്ക് കൈവശാവകാശം ലഭിക്കുക. പക്ഷേ ഇതിനായി സംസ്ഥാന സർക്കാരും അദാനിയും ഒരേപോലെ സമ്മതിക്കണം. കാലാവധി നീട്ടി നൽകുന്നില്ലെങ്കിൽ 2060 തുറമുഖം സംസ്ഥാന സർക്കാരിന് തിരിച്ചു നൽകണം. വീണ്ടും ടെൻഡർ നടപടികളിലൂടെ അദാനിക്കോ മറ്റേതെങ്കിലും കമ്പനിക്കോ ഇത് കൈമാറാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി കൈവരിച്ചാലും തുറമുഖം അവർക്ക് മാത്രമായി കുത്തകവൽക്കരണം നടത്താൻ കഴിയില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 2015 ഉമ്മൻചാണ്ടി ഒപ്പിട്ട അടിസ്ഥാന കരാർ വ്യവസ്ഥകൾ ഇതിന് അനുവദിക്കുന്നില്ല. തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ആദ്യത്തെ 3 വർഷത്തിനിടെ ഏതെങ്കിലും കമ്പനിക്ക് മുൻഗണന നൽകണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുവാദം ആവശ്യമാണ്. അതിനുശേഷമാണെങ്കിൽ പോർട്ടിന് ബന്ധമുള്ള കമ്പനികളുടെ കപ്പലുകൾക്ക് 50% എന്ന പരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുറമുഖം കുത്തകയാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനിടെ ഇതുവരെ വിഴിഞ്ഞത്തെത്തിയ കപ്പലുകളുടെ 99% MSCയുടേതാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം അടക്കം ഏതെങ്കിലും കാര്യത്തിൽ കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ കരാർ റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്ന് അദാനി പോർട്ട് കമ്പനിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട അടിസ്ഥാന കരാറിലെ 38-ാം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കർശന നിലപാടെടുത്താൽ ഓഹരി കൈമാറ്റം നടത്താൻ കഴിയില്ല. നടപടികൾ സ്വീകരിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണം. കപ്പലോട്ട രംഗത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള നിരവധി വിദഗ്ധർ കേരളത്തിൽ ഉണ്ടായിട്ടും അവരെ ഇക്കാര്യത്തിൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല എന്ന ആരോപണവും നിലവിലുണ്ട്. ഇതിനിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ MSC ഗ്രൂപ്പ് വാങ്ങുന്നത് അദാനിയുടെ പങ്കാളിത്തത്തോടെ വിഴിഞ്ഞം തുറമുഖത്ത് പുതിയ ഡ്രൈ ഡോക്കും കപ്പൽ നിർമ്മാണത്തിനും റിപ്പയറിനുമുള്ള കേന്ദ്രം ആരംഭിക്കാനുമാണ് എന്ന സൂചനയും ഉണ്ട്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് 11 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള ഇവിടം ഒരു പക്ഷേ ഈ മേഖലയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ മരാമത്ത് കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ശുപാർശ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഓഹരി കൈമാറ്റത്തിന് വേണ്ടി MSC ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച അദാനി പോർട്സ് സെബിക്ക് കത്ത് നൽകിയെങ്കിലും ഇക്കാര്യത്തിലും കേന്ദ്ര അനുമതിയോ ഔദ്യോഗിക സ്ഥിരീകരണമോ ഇനിയും ലഭിച്ചിട്ടില്ല. സുരക്ഷാ കാരണങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ കേന്ദ്ര അനുമതിയും കിട്ടാൻ സാധ്യതയുള്ളൂ. 2027 ശേഷം കമ്പനിയുടെ ഓഹരി സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ കൈമാറാൻ കഴിയും. ഒന്നുകിൽ അതുവരെ കാത്തു നിൽക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി സമവായം ഉണ്ടാക്കുകയോ മാത്രമാണ് അദാനിയുടെ മുന്നിലുള്ള വഴി. സമയബന്ധിതമായി അവസാന ഘട്ടം പൂർത്തിയാക്കണം എന്നത് കൈവശാവകാശത്തെ കൂടി ബാധിക്കുന്നതായതുകൊണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് സൂചന. സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സപ്ലിമെന്ററി കരാർ വെക്കാനുള്ള സാധ്യതയും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെ വിഴിഞ്ഞം ആസ്ഥാനമായി നാവികസേനയുടെ പുതിയ കേന്ദ്രം ആരംഭിക്കാനുള്ള നീക്കവും സജീവമാണ്. വിഴിഞ്ഞം തുറമുഖം വഴി കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ എവിടെയും എത്തിയില്ല. അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കാൻ സ്ഥലം ഏറ്റെടുക്കാനുള്ള പദ്ധതിയും എവിടെയും എത്തിയിട്ടില്ല. കണ്ടെയ്നർ ഗതാഗതത്തിന് വേണ്ടി തമിഴ്നാട് അതിർത്തിക്കപ്പുറം സംവിധാനങ്ങൾ ആരംഭിക്കുമ്പോഴും കേരളം ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറക്കത്തിലാണ്. തുറമുഖത്തെത്തിയ 1000-ലേറെ കപ്പലുകളിൽ നിന്നായി 600 കോടി രൂപ അദാനി പോർട്സ് വരുമാനം ഉണ്ടാക്കിയപ്പോൾ സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ 80 കോടി രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.